ഇപ്പോൾ നടക്കുന്ന തൂഫാൻ അത് തീർച്ചയായിട്ടും സർക്കാരെടുത്ത ഏറ്റവും നല്ല ഒരു നടപടിയാണെന്ന് സംശയം നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കറിയാം അത് നടന്നുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷനിലേക്ക് ഇതിന് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. 251% നികുതി നിശ്ചയിച്ച അത്തരം മദ്യം കമ്പനികളൊക്കെ ഇവിടെ വിൽപ്പന നടത്താതെ അവർ പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുള്ള ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ അത് നേരെ 120 170 മാറുമ്പോൾ വ്യാപകമാകും ഈ മദ്യം. ഈ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് എടുത്ത ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും പിന്തുണ അർഹിക്കുന്ന, നമുക്കെല്ലാം പ്രതീക്ഷയേകുന്ന ഒരു ഓപ്പറേഷനാണ്, ഒരു നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം അതിന് വലിയ പിന്തുണകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിസ്ഡം സ്പോട്ട്ലൈറ്റും എല്ലാവിധ പിന്തുണകളും വലിയ പ്രതീക്ഷകളും ആ ഒരു പദ്ധതിയിൽ വെച്ച് പുലർത്തുകയാണ്. അതോടൊപ്പം കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നതോടൊപ്പം നമ്മൾ കാണുന്ന ചെറിയൊരു വൈരുദ്ധ്യമായി നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം, ഈ വീര്യം കുറഞ്ഞ മദ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിൻ്റെ ടാക്സ് കുറക്കുന്നു, അതിൻ്റെ കൺസംഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വായനകൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനമായി കണക്കാക്കേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ നാട്ടിൽ ഈ മദ്യപിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ഒന്നും മദ്യപിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അവരുടെ ഭാര്യമാരോ സഹോദരിമാരോ അവരൊന്നും ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു വലിയ ട്രാപ്പിൽ പെട്ടുപോകരുത് എന്നാണ് ഏറ്റവും വലിയ മദ്യപാനിയോ ഇനി മദ്യശാല നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും പറയുക. സ്വന്തം കുട്ടിയിൽ പെടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു പുതിയ തലമുറയിലേക്ക് ഈ സാധനം എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ കൂടെ മദ്യപാനികളാക്കി മാറ്റുന്ന ഒരു പ്രവണതയോട് ഉള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അതിനകത്തുണ്ട്. അപ്പോൾ ഒരു മന്ത്രിസഭയെ നമ്മൾ അളക്കുന്നത്, അതിൻ്റെ ജനകീയ മുഖം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രമാത്രം പുരോഗമനപരമാണ്, എത്രമാത്രം അത് സമൂഹത്തിൻ്റെ ഗുണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ ചില നയനിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ മദ്യത്തിൻ്റെ പൊതുവായ മദ്യത്തിൻ്റെ വിഷയമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. മറിച്ച് എന്താണ്? വീര്യം കുറഞ്ഞ ഇത് ടാക്സ് പൊതുവെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതിനകത്തൂടെ ലഭ്യത കുറയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് വാങ്ങാനുള്ള ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? വീട്ടിൽ പിന്നെ ബജറ്റ് എന്ത് ചെയ്യും? താളം തെറ്റുകയാണ് ചെയ്യുക. കാരണം കുടിക്കേണ്ടവൻ പിന്നെ വില കൊടുത്ത് കുടിക്കും. അപ്പോൾ ബാക്കി ഫണ്ട് കുറയും. അതിൻ്റെ സഫറിങ്സ് വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഇവിടെ ഇപ്പോൾ ഇത് ആൾറെഡി ഒരു കുടിയനായ ഒരാളെ സംബന്ധിച്ചോളം അയാൾ 200 രൂപ കൊടുത്ത് ബീറ് വാങ്ങിച്ചിട്ട് ലേശം ലഹരിയായിട്ട് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കണില്ല. അവനെ സംബന്ധിച്ചോളം ഏറ്റവും വീര്യം കൂടിയ മദ്യം വില കുറഞ്ഞ് കിട്ടുമെന്ന് അവൻ നോക്കുള്ളൂ. അതിനിപ്പം ഇനി ജവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കും. ഇവിടെ ഇതിൻ്റെ ബെനിഫിഷ്യറി തുടക്കക്കാരായിരിക്കും. അതായത് ഇതിപ്പോൾ നമ്മൾക്കറിയാം, ഏതൊരു കുട്ടിയും ഇപ്പം നമുക്കറിയാം മദ്യപാനം തുടങ്ങുന്നത് 10 വയസ്സിലോ ഒക്കെയാണെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ അവരാദ്യം തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ആയിരിക്കും. ഇതിൻ്റെ വില കുറക്കുന്നതിലൂടെ അവർക്ക് മിച്ചം വയ്ക്കുന്ന പൈസ കൊണ്ട് വേണമെങ്കിൽ കുടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കാണിത് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്യപാനികളെ സൃഷ്ടിക്കാനുള്ള പുതിയ തലമുറയെ കൂടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തള്ളിവിടുന്ന ഒരു പ്രേരണ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യം ഈ രീതിയിൽ ടാക്സ് കുറക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന്, ഈ പ്രിയദർശിനി ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ നടന്ന ഒരു മറ്റേ പത്രക്കാരുടെ ചോദ്യം, ഇപ്പോൾ ആണുങ്ങൾക്ക് എന്താണ് ഇത് സൗജന്യമാക്കി കൂടെ അല്ലേ ആക്കണ്ടേ എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുത്ത രസകരമായ ഒരു ഉത്തരവുണ്ട്.
അതെന്തായിരുന്നു? പെണ്ണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് എത്തും, ആണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിരിയോടെ നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, താരതമ്യേന നമുക്കറിയാം സ്ത്രീകൾ, മദ്യപിക്കുന്ന സ്ത്രീകൾ കുറവാണ്, ഇന്ത്യയിലും കുറവാണ്, കേരളത്തിലും കുറവാണ്. പക്ഷേ അവരുടെ സംഖ്യയും പതിയെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിനത് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, വെച്ചാൽ മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള ഇത് കൂടിയപ്പോൾ. പക്ഷെ എങ്കിൽ പോലും സ്ത്രീകൾക്കിടയിലുമുള്ള മദ്യപാനം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരാളം സൂചനകൾ നമുക്കറിയാം. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കോളേജ് കുട്ടികൾ, ഇവർക്കിടയിലൊക്കെ ഒരു രസത്തിന് വേണ്ടിയുള്ള മദ്യപാനമൊക്കെ പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി അത്തരത്തിലുള്ളൊരു ട്രെൻഡ് സാവധാനമാണെങ്കിൽ പോലും വർദ്ധിച്ചാൽ സ്ത്രീകളുടെ കയ്യിൽ കാശുണ്ടാവുന്നതുകൊണ്ടും സർക്കാരിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുണമുണ്ടാകുമെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ ബീറ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ, ഇതിൻ്റെയും ഉപഭോക്താക്കൾ പലപ്പോഴും സ്ത്രീകളും കൂടെ ആക്കാരും. അവരെന്താ വെച്ചാൽ ആകെ പൂസായിട്ട് റോട്ട് കിടക്കുന്ന നമ്മൾ കഴിയില്ല. പക്ഷേ അവർക്കിടയിലെ മദ്യപാനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അംഗീകൃത മദ്യപാനം, പലപ്പോഴും എന്താ വെച്ചാൽ അങ്ങനത്തെ ഈ പാർട്ടികളിലൊക്കെയുള്ള അംഗീകൃത മദ്യപാനത്തിൽ അവർക്ക് സർവ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങളാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ സ്വീകാര്യമായ ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്രത്തോളം തളർത്തേണ്ടതില്ല, വിരോധിക്കേണ്ടതില്ല എന്ന ഒരു ചിന്താഗതി കൊണ്ടുവരുന്ന ഒരു നയനിലപാടാണ് ഇത് എന്നുള്ളതാണ്. പിന്നൊന്ന് വെച്ചാൽ ഈ മദ്യനയം മാത്രമല്ല, മൊത്തത്തിൽ ലഹരിയെക്കുറിച്ചുള്ളൊരു നയമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലെല്ലാം പെടണമല്ലോ. കാരണം ഇവിടെ ഞാൻ കരുതുന്ന വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ രണ്ട് തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ മദ്യം, ഇതിപ്പോൾ ഇവിടെ കൂടുതൽ ഈ സമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മാരകമാണ് എന്ന് കരുതുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ്. അപ്പോൾ വലിയ ബുദ്ധിജീവികളായ പലരും പോലും അതിന് ഉള്ള പ്രതിവിധിയായിട്ട് പറയുന്നത് മദ്യം സാർവത്രികമാക്കുക, പറ്റിയ കഞ്ചാവും കൂടെ എന്ത് ചെയ്യുക, നിയമവിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആക്കിക്കഴിഞ്ഞാൽ ആളുകൾ അത്യാവശ്യക്കാർ, ഇവരുടെ ആവശ്യം ലഹരിയാണ്, അത്തരമൊരു ആനന്ദമാണ്. അപ്പോൾ അത് ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ അവർ സിന്തറ്റിക് ലഹരിയിലേക്ക് പോവുകയില്ല. ഈ ഒരു വാദഗതി സജീവമാണ്. അത് നമ്മൾ കരുതുന്ന പോലെ മറ്റേ ഈ ഏതെങ്കിലും മദ്യപാനി നടത്തുന്ന മറ്റേ വാചക കസർത്തല്ല, മറിച്ച് അറിയപ്പെടുന്ന പലരും ഇത്തരത്തിലുള്ള, അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ അദ്ദേഹം എക്സൈസ് ഒരു ഓഫീസറായിരുന്നു തോന്നുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വാദമുഖം ഇതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഒന്ന്. മറിച്ച് രണ്ടാമത്തെ വാദം എന്താണ്, മിക്കവാറും മദ്യപാനികൾ ഉണ്ടാക്കപ്പെടുന്നത് ചെറിയ മദ്യങ്ങളിലും തുടങ്ങി മെല്ലെ മെല്ലെ അത് പോരാതെ വരുന്ന, അത് പ്രത്യേകിച്ച് ഒരു മറ്റേ എല്ലാ 100% ആളുകൾക്കല്ല, മറിച്ച് ഒരു സെക്ഷന് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് പീപ്പിളാണ് സ്വാഭാവികമായിട്ടും എന്തിലും എക്സ്പ്ലോർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാരീരിക അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ ഉണ്ടാവുന്നവർ, അവരാ നിലയ്ക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവരായിരിക്കും. അവരങ്ങനെ മദ്യത്തിൻ്റെ പിന്നെ മറ്റു രീതിയിൽ ലഹരികളുടെ ഏറ്റവും ഉയർന്ന തരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് മദ്യപാനത്തിൻ്റെ ഒരു വികാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൊസൈറ്റിയുടെ വികാസവും പതനവും ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനെതിരെയുള്ള പ്രതിവിധിയായിട്ട് പറയുന്നതാണ്, മദ്യം യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെടണം. എന്നിട്ട് ഒരുപക്ഷെ ഇവിടെ നിലവിലുള്ള പിന്നെ അഡിക്റ്റഡായ, ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിറക്കുന്ന മറ്റ് മദ്യപാനികളുണ്ടാവും. അവർക്ക് ലൈസൻസിങ് എന്ത് ചെയ്യണം, കൊണ്ടുവരികയും അത് മുൻകൂട്ടി അപ്ലൈ ചെയ്ത് സർക്കാരിന് എന്ത് ചെയ്യുന്നു, ലൈസൻസ് കൊടുത്ത് അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിലേക്ക്. അത് കുറച്ചൊരു പ്രായോഗിക രൂപമാണ് എത്തേണ്ടത്. കാരണം വെച്ചാൽ പിന്നെ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യില്ല, പരസ്യമായിട്ട് അപ്ലൈ ചെയ്യില്ല. മാത്രമല്ല അതിന് ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വെക്കാൻ കഴിയും. നിലവിൽ മദ്യപാനി അല്ലാത്ത ഒരാൾക്ക് അതിന് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പിന്നെ കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കാൻ സർക്കാരിന് കഴിയും. പുതിയ തലമുറയെ പൂർണ്ണമായിട്ട് ഇന്ന് വിമുക്തമാക്കാനും പറ്റും. പക്ഷേ അപ്പോൾ ഈ വാദമുഖങ്ങളിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന ഏതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം പറഞ്ഞതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അപകടകരമായിട്ടുള്ള പ്രവണതയാണെന്നുള്ളതാണ്. അപ്പം പിന്നെ ഇവിടെ കണ്ട വേറൊരു കാര്യം വെച്ചാൽ, മന്ത്രിസഭയെ മറികടന്നുകൊണ്ടാണോ ഇത് നടപ്പാക്കിയേ എന്നുള്ളതാണ്.
കാരണം അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ ഭരിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മന്ത്രിയോ അത്തരമൊരു നയനിലപാട് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇത് മുഖ്യമന്ത്രി തൻ്റെ ഈ മറ്റേ ബജറ്റ് അവതരണത്തിൽ ഇതിയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിക്റ്ററ്റോറിയലായ രീതി ഉണ്ടായിരുന്നു. അത് ഇതിൽ തുടരുകയില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന തൂഫാൻ അത് തീർച്ചയായിട്ടും സർക്കാരെടുത്ത ഏറ്റവും നല്ല ഒരു നടപടിയാണെന്ന് സംശയം നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കറിയാം അത് നടന്നുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നട്ടിലൊടിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷനിലേക്ക് ഇതിന് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഇതിൻ്റെ ഈ യഥാർത്ഥത്തിൽ ഈ കരിയേഴ്സാണോ പ്രശ്നക്കാരൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധാരണ ലോക്കലായിട്ട് കച്ചവടം നടത്തുന്ന ആളുകളാണോ? അല്ലല്ലോ. അതിനപ്പുറം ഇതിൻ്റെ സോഴ്സ് ഉണ്ട്. മാത്രമല്ല അത് വരുന്ന ചില വഴികളുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞടയ്ക്കാനും അവരെ കൂടെ അറസ്റ്റ് ചെയ്യുന്ന, അവരെ കൂടെ തടവിലാക്കുന്നൊരിത് ഉണ്ടായേ മതിയാവുള്ളൂ. ഇതിൻ്റെ പുറമെന്താ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ തോന്നുന്നു വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ എന്താ പറയുക ഈ അന്യ സംസ്ഥാനം എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ, പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളുടെയും എന്നാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പെരുമ്പാവൂരിലും അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വമ്പന്തികൾ ഇതിനെ ന്യൂസാക്കുകയും ആ ന്യൂസാക്കുന്നതിലൂടെ ഇത് പൊലിപ്പിച്ചെടുത്ത് ഇത് നടക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് ഇത് ആത്മാർത്ഥതയോടെ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ വേരറുക്കാൻ വേണ്ട പ്രവർത്തനത്തിലേക്ക് പോവുക തന്നെ വേണം. അപ്പോൾ അവിടെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാന്ന് വെച്ചാൽ ഇപ്പം ഇത്ര കാലം ഉണ്ടായ പോലീസും എക്സൈസും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്. അവർ പോലും ചിലപ്പോൾ എന്താണ് മന്ത്രിയെയും മന്ത്രിസഭയൊക്കെ തെറ്റിദ്ധരിപ്പിക്കും. കാരണം അല്പസ്വല്പമൊക്കെ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെയൊക്കെ ഈ പിന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടൊക്കെ. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കാൻ മന്ത്രിസഭയ്ക്കും കഴിയണം നമുക്ക് പറയാറില്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ഏറ്റവും നിരുത്തരവാദിത്വപരമായ ഒരു നയമായിരുന്നു ഈ മദ്യനയം. കാരണം 800-ലധികം പുതിയ ബാറുകളാണ് അനുവദിച്ചത്. ഭീകരമായ തോതിൽ ഇവിടെ ബാറുകളുണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്, ഈ ബാറുകളൊക്കെ പൂട്ടാൻ വേണ്ട, അല്ലെങ്കിൽ അതിൽ വലിയൊരു ശതമാനം ബാറുകളെങ്കിലും പൂട്ടുന്ന ഒരു നയനിലപാടിലേക്ക് മന്ത്രിസഭ പോകുമെന്നാണ്. അത്തരമൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. കള്ളുഷാപ്പുകൾ തുറക്കുമെന്നുള്ള കള്ള് തുറന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും 30-35 കള്ളുഷാപ്പുകളൊക്കെ ആ രീതിയിൽ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു നികുതി വരുമാനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സർക്കാർ നയങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അത് നാടിന് വലിയ ഗുണമൊന്നും ചെയ്യൂല. നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ കോൺഗ്രസ്സിൽ എപ്പോഴും ഒരു പ്രതിപക്ഷം ഉണ്ടാകും. മാത്രമല്ല VD സതീശനെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരാൾ VM സുധീരനാണ് എന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ഒരു മദ്യ നിരോധനത്തിൻ്റെ രംഗത്ത് നമ്മൾ അറിയുന്നിടത്തോളം ഏറ്റവും ശക്തമായ ആത്മാർത്ഥമായ നിലപാടുള്ള ഒരാൾ VM സുധീരനാണ്. അതുകൊണ്ട് തന്നെ VM സുധീരന് VD സതീഷിനെ തിരുത്താൻ വേണ്ട, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ മദ്യനയത്തെ തിരുത്താൻ വേണ്ട പ്രത്യക്ഷമായ ചില ഈ ആശയ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ സ്ത്രീകൾ നാളെ ചൂലുകൊണ്ട് എന്ത് ചെയ്യും, അത് തിരുത്തുന്നൊരു ഘട്ടത്തിലേക്ക് പോകും. ഓപ്പറേഷൻ തൂഫാൻ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും വളരെ ഗംഭീരമായി എല്ലാവർക്കും ആശയും പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു വലിയൊരു സംവിധാനമാണ്. മാത്രമല്ല ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി, അതിനെ തടയിടാൻ ഇതിന് സാധിക്കും എന്നതിൻ്റെ തെളിവ് ധാരാളം അറസ്റ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നടന്നു. മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ വിലസിയിട്ടുണ്ട് എന്ന് പിന്നീട് ഇത് എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ഇതിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. ഡിജിറ്റൽ പ്രതിരോധം വരെ ഇതിലുണ്ട്. ഇതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി ഡിജിറ്റൽ പ്രതിരോധം വരെ ഇത് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വകുപ്പുകൾ അതിൻ്റെയൊക്കെ ഒരു ഏകീകരണവും
അവർ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു പ്രൊജക്റ്റായിട്ടും പിന്നെ വിദ്യാർത്ഥികളെ തന്നെ ഇപ്പോൾ പിന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നിലകൊള്ളാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി UDF ശ്രമിക്കുമ്പോഴും ഇപ്പോൾ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുന്നത് അവരേറ്റവും താഴെക്കിടയിലുള്ള ആളുകളാണെന്നാണ്. ഇതിൻ്റെ ശരിയായ കണ്ണികൾ ഇപ്പോഴും വലസിക്കൊണ്ടിരിക്കുന്നു. അവരെ പിടിക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തികമായ എല്ലാ നിലക്കുള്ള മേന്മയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ വിതരണക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും സമൂഹത്തിലുണ്ട് എന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണുകയും ഗവൺമെൻറ് അത്ര ഗൗരവത്തിലെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് നേരത്തെ മാഷ് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് ഇപ്പോൾ GSTൻ്റെ അത് അന്വേഷണം കാരണമായിട്ടുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമാണ് എന്നാണ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കണത്. അതേപോലെ തന്നെ നേരിട്ട് കിട്ടുന്നൊരു ഫണ്ട് ഇപ്പോഴാണ്. അതേപോലെ തന്നെ LDFൻ്റെ ഒരു മദ്യനയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടുള്ളൊരു പ്രയാസം അവർ പറയുന്നുണ്ട്. അതുപോലെ പുതിയൊരു അബ്കാരി ചട്ടം കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഈ ലഹരി അത് സിന്തറ്റിക് ലഹരികളൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാണെന്ന് പറഞ്ഞു. പിന്നെ വരുമാന വർധനവ് പറയുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള അതിൻ്റെ ഒരു ക്ഷേമം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വലിയ ഫലം ലഭിക്കുന്ന സംവിധാനമാണ് ശരിക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്നുള്ള ഒരു ദുർന്യായം. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യനയത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന മദ്യവിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആളുകളും മാനവികതയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ന്യായം കേട്ട് മടുത്തതാണ്. എന്നിട്ട് അത് പിന്നെ UDF ഗവൺമെൻറ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ ശബ്ദിച്ചതാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ പിന്തുണ കിട്ടാൻ ഒരു കാരണമെന്നുള്ളത് ഇവർ മനസ്സിലാക്കാതെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആരോഗ്യരംഗത്തുള്ള പ്രശ്നം എന്താണ്? ആരോഗ്യം വീര്യം കുറഞ്ഞത് കുടിക്കുമ്പോൾ വീര്യം കൂടിയത് കുടിച്ചാലുണ്ടാകുന്ന ആ പ്രത്യാഘാതം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ വീര്യം കുറഞ്ഞത് ഇപ്പോൾ കുടിക്കാൻ വേണ്ടി പോകുന്നതും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും പുതിയ ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിലവിലുള്ള വീര്യം ഉപയോഗിച്ചുകൊണ്ട് വീര്യമുള്ള കള്ള് കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാലോ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇതിൻ്റെ അപകടങ്ങളെയും അതുപോലെ വ്യാജ മദ്യ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണവും പഠനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ കുടിക്കുന്ന മദ്യത്തിൽ വീര്യമില്ല എന്ന് കാണുമ്പോഴാണ് തേളും അതേപോലെ തന്നെ വിഷപ്പാമ്പൊക്കെ ഇട്ടുകൊണ്ട് വീര്യം കൂട്ടിയിട്ട് കുടിച്ച് അങ്ങനെ കുടൽ നാശമായി അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ശുദ്ധമായ കള്ള് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ഒരു ഗവൺമെൻറ് ഗൗരിയമ്മയെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞതാണ്. ഇതൊക്കെ അനുഭവവേദ്യമായി നമുക്ക് തോന്നിയിട്ടും ഇപ്പോഴും ആ ഒരു ദുർന്യായം പറയുന്നതിലെ വളരെ വലിയ ഒരു പ്രയാസം ശരിക്ക് ആളുകൾക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് ഇതിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭരണരംഗത്തുള്ള ആളുകൾ ഇത്തരം ദുർന്യായങ്ങൾ ഒഴിവാക്കി പരിപൂർണമായ മദ്യനിരോധനം അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ശരി. ഇപ്പോൾ സുധീരൻ്റെ വിഷയം പറഞ്ഞല്ലോ, സുധീരൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, ഇതിനെതിരെ ഈ നയത്തിനെതിരെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആ നികുതി സംവിധാനം 250% നികുതിയാണ് ചുമത്തിയിട്ടുള്ളത് വിദേശ മദ്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ UDF 120%, അത് പിന്നെ 10 മുതൽ 20% വരെ വീര്യമുള്ളതിന് അതിൽ 170% ആയിട്ടാണ് അവർ നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. 251% നികുതി നിശ്ചയിച്ച അത്തരം മദ്യം കമ്പനികളൊക്കെ ഇവിടെ വിൽപ്പന നടത്താതെ അവർ പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ അത് നേരെ 120-ലേക്ക് 170-ലേക്ക് മാറുമ്പോൾ വ്യാപകമാകും ഇനി മദ്യം. അതിനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ട് ശക്തമായി സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു ആവശ്യമായി തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് പിന്തിരിയുകയും പാടെ നിരോധിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ്. അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ, ചില നമ്മുടെ എക്സൈസ് മന്ത്രിയും പോലീസ് മന്ത്രിയൊക്കെ അറിയുന്നതിന് കൊണ്ട് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു പോലീസ് ഓഫീസറോട്, അദ്ദേഹം ഈ കേസുകൾ തന്നെ പിടിക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യവും അത്തരത്തിൽ പലപ്പോഴും അന്വേഷണങ്ങൾക്ക് നിശ്ചയിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ലഹരി പിടിക്കുന്നത് പ്രത്യേകിച്ച് MDMA പോലുള്ള സാധനങ്ങൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ്.
കാരണം ഇത് വളരെ നമുക്കറിയാം മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അത് കൃത്യമായിട്ടുമുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് പലപ്പോഴും പിടിക്കാൻ കഴിയുക. ഇത് പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് മഹസർ തയ്യാറാക്കണം. അപ്പോൾ അവിടെ ഈ പ്രതിയെ ആലോചിച്ച് നോക്കും, ഈ പ്രതിയെ ഇവിടുന്ന് കിട്ടിച്ചാൽ പ്രതി അവിടെ വെച്ചുകൊണ്ട് ഇത് മഹസർ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ CIൻ്റെയൊക്കെ സാന്നിധ്യം വേണം. അപ്പോൾ വിളിച്ചു വരുത്തണം. ഇവർ വരുന്നവരെ ആദ്യം ഇത് കാത്തു നിൽക്കണം. അത് കഴിഞ്ഞ് അതിവിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടാണത് ഈ മഹസർ എന്ന് പറഞ്ഞാൽ. അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ കേസ് തള്ളി പോകും. അതുകൊണ്ട് തന്നെ 2 നിലയ്ക്ക് ഈ കേസുകൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും പിടിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം ഇത് അത്ര എവിടെയെങ്കിലും ലൂപ്പോൾ സംഭവിച്ചത്. 2, ഇതിനായിട്ടുള്ള വക്കീലന്മാരാണുള്ളത്. ആ വക്കീലന്മാരിത് കലക്കി കുടിച്ച ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം ആ ലൂപ്പോൾസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരത് വെച്ചുകൊണ്ട് വാദിക്കുകയും പ്രതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മറ്റൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇങ്ങനെ കൃത്യങ്ങൾ നമ്മൾ MDMA ഒന്നും കൊണ്ടു കൊടുത്ത് കാര്യമില്ല. അത് ലാബിലേക്ക് അയക്കണം. ഹൈദരാബാദിലൊക്കെയുള്ള ലാബിലേക്ക് അയച്ച് ഈ സാധനത്തിൻ്റെ റിസൾട്ട് വരണം. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ വീര്യം പോയി ഇത് പലപ്പോഴും ഇത് MDMA ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാബിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് കെമിക്കലാണെന്ന് വ്യക്തമല്ല എന്നക്കാരം. ഈ സ്റ്റാമ്പിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വെയിലത്ത് കാണിച്ചാൽ എന്ത് ചെയ്യും ഇത്. അപ്പോൾ ഇത് പലപ്പോഴും പ്രതികൾക്കും അറിയാം, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. ഇതിനെ വളരെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയുന്ന പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും എക്സൈസ് ഇത് ആത്മാർത്ഥതയുള്ളവർക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളത് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ നിർബന്ധമായും ശ്രദ്ധിക്കണം. അതിനെ ലഘൂകരിക്കുകയും തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ട പഴുതുകളില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയുമാണ്. ഈ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പിടിക്കപ്പെട്ടു നിൽക്കുക. ഈ പിടിക്കപ്പെട്ടവനെ സംബന്ധിച്ചോളം പിന്നെ രക്ഷപ്പെടാനുള്ള ഒരേ വഴി ഈ വക്കീലിനെ സമീപിക്കണം. ഈ വക്കീലന്മാർ വലിയ ഫീസാണ് ഹാജരാക്കുക, അവർ പിന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം വഴി എന്തു മാത്രമേ ഉള്ളൂ, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ രംഗത്തേക്ക് ഇറങ്ങുക. കാരണം ഇത്രയും വേഗത്തിൽ പൈസ കിട്ടുന്ന ഒരു മാർഗവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു തരം വല്ലാത്തൊരു ട്രാപ്പാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം കൂടെ സർക്കാർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വ്യക്തമായ വളരെ ക്ലിയറായ മദ്യനിരോധനത്തിലേക്ക് തന്നെ സർക്കാർ പോകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് സ്പോട്ട്ലൈറ്റ് ആവശ്യപ്പെടുന്നത്.